ഭയങ്കര സസ്പെൻസാണ്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ കണ്ടിട്ട് സംഭവം ഒന്നും വ്യക്തമായിട്ടില്ല. കഴിഞ്ഞെങ്കിലും ഇപ്പോഴും സസ്പെൻസ് ത്രില്ലർ അങ്ങനെയാണ് നിൽക്കുകയാണ്. തിയേറ്റർ കത്തിക്ക് ഉറപ്പാണ്. വിഷ്വൽ എഫക്റ്റൊക്കെ പൊളിയാണ്. ഒരു രക്ഷയില്ല. വെറുതെ തള്ളി മറിക്കേണ്ട കാര്യമില്ല. പടം അത്ര അന്യായ പടമാണ്. സസ്പെൻസ് ഇതുവരെ ഇൻ്റർവെല്ലായിട്ടും സസ്പെൻസ് പൊങ്ങിയിട്ടില്ല. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ വിഷ്വൽ എഫക്റ്റൊക്കെ അടിപൊളിയാണ്. പടം എടുത്തേക്കണ ഭയങ്കര പൊളിയായിട്ടാണ് എടുത്തേക്കണം. എന്നിട്ടും പൊളി, ഒരു രക്ഷയില്ല. ഇതിനെ എടുത്തു പറയാനുള്ള രാജുവേട്ടൻ്റെ ഡയറക്ഷനും അതിനുള്ള ബ്രില്യൻസ് തലയാണ് സംഭവിക്കുന്നത്. ശരിക്കും തിയേറ്റർ കത്തിക്കാനുള്ളതുണ്ട്. എങ്ങനെയുണ്ട് ഇതുവരെ എങ്ങനെയുണ്ട്? അയ്യോ രക്ഷയില്ലായിരുന്നു. ഹോളിവുഡ് ഇതുവരെ എങ്ങനെയുണ്ട്? പൊളി കണ്ടിട്ട് പറയാം. ഹോളിവുഡിലൊക്കെ തന്നെ കൊള്ളാം കേട്ടോ. ബാക്കി കണ്ടിട്ട് പറയാം. ഇനി ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. മേക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു? മേക്കിംഗ് പിന്നെ പറയണോ, രാജോട്ടിന്റെ മേക്കിംഗ് അത്ര നല്ല ആവില്ല. ലൂസിഫർ അതിനേക്കാൾ ബെറ്ററാണ്. പക്ഷെ പടം എങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നതാണ് അവിടെ കാര്യമായിട്ട്. ഇത് അവിടെ മലയാളം തന്നെ ഇത് അല്ല, മലയാളം തന്നെ ഉള്ളൂ. പക്ഷേ there is a lot of things that you could actually think about. And body heavy ജോളി ജിൽ ഞാൻ ഇതെല്ലാം കൂടെ ഊറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാം. സത്യമായിട്ട് ഇത് മലയാളം പടം എനിക്ക് ഐ ഹാവ് നോ ക്ലൂ. ബട്ട് ക്രേസി ഹോളിവുഡ് ഇത് ഹോളിവുഡ് എന്നല്ല. നമുക്ക് പുതിയ ഫുഡ് തുടങ്ങാം. നമുക്ക് മോളിവുഡ് ഹോളിവുഡ് ഒന്നുമല്ല. നമുക്ക് പുതിയ ഫുഡൊക്കെ തുറക്കാം. ഏത് അത്രയ്ക്ക് കൊള്ളാം. ഞാൻ ഒരു കാര്യം എന്ത് മൂടാണ് രണ്ടെണ്ണം അടിച്ചിട്ട് സുഖമായിട്ട് ഇത് എന്നും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതേ മൂടാണ്. മനസ്സിലായില്ലേ? എന്നും കണ്ടോണ്ടിരിക്കുക. ഇതും കൂടെ ഒരുത്തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൂഡ് മനസ്സിലാവില്ല. അവര് ചോദിച്ചു, ഇവർ തന്നു. എനിക്ക് തരാൻ ഒക്കൂല. ഇതും കൂടെ തന്നു കഴിഞ്ഞാൽ അവസാനം ഞാൻ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരും. പക്ഷേ ഹെവി ഖുറേഷി അബ്രാം കുറച്ച് അധികം പഠിക്കേണ്ടിയിരിക്കുന്നു.